നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും കേരളം മനോഹരത്തിലേക്ക് മനോഹരമായ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആഴാങ്കുളത്താണ്. ആഴാങ്കുളം എന്ന് പറയുന്നത് കോവളത്തിന് തൊട്ടടുത്ത ജംഗ്ഷനിൽ പറയുന്ന ആഴാങ്കുളമാണ്. ഇവിടെ വലിയൊരു ആഴത്തിലൊരു കുളമുണ്ട്. വിനോദസഞ്ചാരികളായ നിങ്ങളെയും കൂട്ടി യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഞാനിന്ന് യാത്ര ചെയ്യുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. പുണ്യപുരാതനമായ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് ഇനി 8 കിലോമീറ്റർ മാത്രം. കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിഷ്ഠയാണ്. എനിക്ക് തോന്നുന്നത് 58 അടിയാണ് ഉയരം. 18 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും പുണ്യപുരാതനമായ ആഴിമല ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ആ മൂര 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 പൂലല്ല മൂര. ഇങ്ങോട്ട് ഒരു കാര്യം വേണ്ട, ഇങ്ങോട്ട് ഇതാണ് ഞാൻ ഇതാണ് ഇത് മൂര. ഇത് മൂര എന്ന് പറഞ്ഞാല് ഇതാണ് കടലിലിങ്ങനെ പാറയിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ജീവനുള്ള വസ്തുവാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഇത് കൊണ്ടുപോയി നമ്മളിങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്തതിന് ശേഷം എടുക്കുന്നത്. കുട്ടിക്കാലത്ത് നമ്മൾ കന്യാകുമാരി പോകുമ്പോൾ കന്യാകുമാരി പെൻസിൽ എന്ന് പറഞ്ഞ സാധനം കിട്ടാറ്. അതിങ്ങനെ ഇതിനെ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇത് അടർന്നു വീഴും. അതെടുത്ത് നമ്മളിങ്ങനെ സ്ലേറ്റിൽ എഴുതിയാൽ വരയ്ക്കാം. പണ്ട് സ്ലേറ്റിൽ എഴുതുന്നതാണ്. ഇതിനെ എടുത്ത് നമ്മൾ സ്ലേറ്റിൽ എഴുതി പിള്ളേർക്ക് പഠിപ്പിക്കും. ഇതാണ് പിളന്ന് നോക്കിയാൽ അതിന്റെ അകത്ത് കൊഴുപ്പുണ്ട്. അതിനെടുത്ത് കഴിക്കും. അപ്പൊ നമുക്ക് കുറച്ച് കൊഴുപ്പ് കൂടും. കുറച്ച് കൊഴുപ്പ് കൂടും. നല്ല ആരോഗ്യം. ഇതാണ് കടൽ മൂര അല്ലെങ്കിൽ കടൽ പെൻസിൽ അല്ലെങ്കിൽ കടൽ മൂര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ജീവിയാണിത്. ഇത് പ്യൂർ വെജ് ആണ് അല്ലേ? പായലുകൾ മാത്രം കഴിക്കുന്ന പ്യൂർ വെജ് ആണ് ഈ മൂര. ചില വിദേശ രാജ്യങ്ങളിൽ ഇത് പച്ചയ്ക്ക് പൊട്ടിച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. റോ ആയിട്ട് കഴിക്കും. നമുക്കിത് പുഴുങ്ങിട്ട് ഇതിനകത്ത് ഉപ്പിടും. ഉപ്പൊന്നും വേണ്ട, ഉപ്പ് ഉണ്ടാവും ഓൾറെഡി. ഇതിനകത്ത് ഉപ്പിടും. ഒരു കത്തിയിട്ട് ഇവിടെ കുത്തിയിട്ട് ഹോളിടും. ഹോളിട്ട് വെള്ളം ഇങ്ങനെ നമ്മൾ കളയണം. കളഞ്ഞതിന് ശേഷം കലത്തിൽ കമത്തി വെച്ച് വേവിക്കണം. വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമൊന്നും വീതണ്ട പിന്നെ വേവിക്കാനായിട്ട്. ഇതിൽ തന്നെ പിന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം നിറയും. വിദേശ രാജ്യങ്ങൾക്ക് ആൾക്കാർ ഇതാണ് റോ ആയിട്ട് കഴിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനുള്ള ശേഷിയില്ലാത്തവർ നമ്മൾ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ആഴിമലേക്ക് പോകുന്ന വഴിയിലാണ് ഇതെല്ലാം കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സതീഷിനെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ഇനിയൊരു അവസരത്തിൽ വന്ന് കഴിക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് പോകുന്നു. അമ്മ കാർമലമ്മേ പോയിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞത്താണ് വന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ഇവിടെ മുക്കോല ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിനി ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ആഴിമലയ്ക്കുള്ളത്. നമ്മൾ വന്ന റൂട്ട് കോവളം, വിഴിഞ്ഞം, മുക്കോല ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇനി നേരെ മറിച്ച് നമ്മൾ മറ്റേ നോർമൽ ഹൈവേ വഴിയാണ് 47 വഴിയാണ് വരുന്നതെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ബാലരാമപുരം ജംഗ്ഷൻ, ബാലരാമപുരത്ത് നിന്ന് ഒരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വിഴിഞ്ഞ റോഡിലേക്ക് വരുമ്പോൾ ഈ ജംഗ്ഷൻ എത്തും. ഈ മുക്കോല ജംഗ്ഷൻ എടുത്ത് ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 3 കിലോമീറ്റർ കഴിയുമ്പോൾ ആഴിമല ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ ഇനി എൻ്റെ യാത്ര തുടരുന്നു. യാത്രകളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് സഞ്ചാര സ്നേഹിയായ ഞാൻ വഴി കാട്ടുന്നു കേരളം മനോഹരത്തിലൂടെ. ഇവിടുന്ന് നേരെയാണ് നമ്മുടെ ഹാർബറിലേക്ക് പോകുന്ന വഴി. ആഴിമലയ്ക്ക് ഇതുപോലെ നമുക്ക് സർവീസ് ബസ്സുകളും അവൈലബിൾ ആണ്. അപ്പോൾ സഞ്ചാരികൾക്ക് ഇങ്ങനെ ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ഇത്ര ഒരുക്കിയിട്ടുണ്ട്. തമ്പാനൂരിൽ നിന്ന്, ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഒക്കെ നമുക്ക് ആഴിമലയിലേക്ക് ബസ് റൂട്ട് കൂടി ഉണ്ട്. ആഴിമല ഇവിടെ നിന്ന് 800 മീറ്റർ മാത്രമേ ഇനിയുള്ളൂ. നമുക്ക് ഈ റോഡ് നമ്മളിപ്പോൾ ഓപ്പോസിറ്റ്, നമ്മൾ വന്നത് കോവളത്തു നിന്നാണ് അല്ലെങ്കിൽ ബാലരാമപുരത്തു നിന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുക്കോല വഴി നമുക്കിവിടെ ഈ ജംഗ്ഷനിലേക്ക് എത്തപ്പെടാൻ പറ്റും. ഇനി ഈ റോഡ് നേരെ പോകുന്നത് പൂവാറയ്ക്കാണ്. അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഉച്ചക്കട വഴിയോ അല്ലെങ്കിൽ പാറശാല വഴിയോ ഒക്കെ കയറിയാൽ നമ്മൾ ഈ റോഡാണ് ഇവിടെ വന്ന് ഈ ജംഗ്ഷനിലേക്ക് വന്ന് കയറും. ആഴിമല ജംഗ്ഷൻ. ഈ ആഴിമല ജംഗ്ഷൻ ഇവിടെ നിന്ന് 800 മീറ്റർ മാത്രം പോകുമ്പോൾ ദേവദത്തൻ നിർമ്മിച്ച ആഴിമല ശിവനെ ദർശിക്കാനുള്ള സമയമായിരിക്കും നമുക്കിനി അങ്ങോട്ട് പോകാം.
ഈ കവാടം കടന്ന് അകത്തേക്ക് കടക്കാം. ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാ നാട്ടിൽ നിന്നും പുറത്തു നിന്നൊക്കെ സ്വദേശികളും വിദേശികളുമായ ധാരാളം സഞ്ചാരികളും വരുന്നുണ്ട്, ഭക്തജനങ്ങളും വരുന്നുണ്ട് ഇവിടുത്തെ ആഴിമല ശിവനെ ദർശിക്കാനായിട്ട്. ഗംഗാധരനായ നിൽക്കുന്ന ശിവൻ്റെ വലിയ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, ആഴിമലയിൽ. അങ്ങനെ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിലെത്തി. ഗംഗയെ ഇങ്ങനെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗംഗാധരനെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ നാട്ടിലെ തന്നെ ദേവദത്തൻ എന്ന് പറയുന്ന ഒരു ശില്പിയാണ് 2014 പണിത് തുടങ്ങിയ ഈ ശില്പം 2020 പൂർത്തീകരിക്കുന്നത്. 2020 ഡിസംബർ 31 ഭക്തജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ശില്പവും ഈ ക്ഷേത്രവും തുറന്നു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. സ്വദേശികളും വിദേശികളുമായ ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ആഴിമലയിലെത്തി പരമശിവൻ്റെ ഈ രൂപം കാണാനായിട്ട്. ആഴിക്കരികിൽ ഒരു മല, മലയുടെ മുകളിൽ ശിവൻ. ആഴിമല ശിവക്ഷേത്രം. ഇവിടെ ഈ പുളിങ്കുടി ശിവക്ഷേത്രം ഉണ്ടെന്ന് അറിയാമോ? പുളിങ്കുടി ശിവക്ഷേത്രം. പുളിങ്കുടി ശിവക്ഷേത്രത്തിൽ പോയിട്ടില്ല? ആഴിമല ശിവക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? ഇതിൻ്റെ വേറൊരു പേരാണ് പുളിങ്കുടി ശിവക്ഷേത്രം. ശരി. ആഴിമല ശിവക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു പേര് കൂടിയുണ്ട്, പുളിങ്കുടി ശിവക്ഷേത്രം. ആഴിമല ക്ഷേത്രത്തിനകത്തേക്ക് ഭഗവാന്റെ ദർശനം കൊള്ളാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. പൗരുഷത്തിൻ്റെ പ്രതീകമായ പരമശിവൻ അല്പം പ്രണയാതുരനായി നിൽക്കുന്ന ഒരു ശില്പമാണ് നമ്മളിവിടെ കാണുന്നത്. ആഴിമല ശിവക്ഷേത്രം 4 കൈ ചതുർഭുജനായി നിൽക്കുകയാണ്. പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുന്നിലെ വലത് കൈ തുടയിലും വെച്ച്, പിന്നിലെ ഇടത് കൈയിൽ തൃശൂലവും മുന്നിലെ ഇടത് കൈ കൊണ്ട് ജടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മനോഹരമായ രൂപമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഴിയിൽ നിന്നും 20 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കല്ലിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ശില്പത്തിൻ്റെ ഉയരമെന്ന് പറയുന്നത് 58 അടിയാണ്. ഏറ്റവും രസകരമായ കാഴ്ച, ഈ 20 അടി കാണുന്ന ഈ പാറയെ ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നതാണ് പറയുന്നത്. 3 നിലകളായി തിരിച്ചിട്ട് വൈവിധ്യമാർന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും ഐതിഹ്യങ്ങൾ നിറഞ്ഞതായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമാണ്. ഞാനിവിടെ വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത്, ഇവിടെ മുൻപ് ഇപ്പോഴുമുള്ള പൂജാരി, അദ്ദേഹത്തിൻ്റെ പേര് ജ്യോതിഷാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ്, തിരുമേനിയാണ് ഇങ്ങനൊരു ഐഡിയ ഈ നാട്ടുകാരനായ ദേവദത്തനോട് സംസാരിക്കുന്നതും അതേ തുടർന്ന് ശില്പങ്ങൾ ഉണ്ടായിത്തീരുകയും ഈ നാട് മുഴുവൻ, ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി ഈ ആഴിമല ദേശവും ആഴിമല ശിവക്ഷേത്രവും അറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ച്
ആധികാരികമായി സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായ വിജയൻ സാർ അടുത്തുണ്ട്. നമസ്കാരം സാർ. ഞങ്ങൾ ഈ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒപ്പം പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ആഴിമല ക്ഷേത്രം അത്രത്തോളം ഇങ്ങനെ നാൾക്കുനാൾ ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും ഇവിടുത്തെ ഈ ശില്പത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രതിമ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു തിരക്ക്, ഒരു അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ്. കാരണം പ്രതിമ കാണുന്ന ആരും ഒരിക്കൽ കണ്ടിട്ടുള്ള ആൾക്കാർ അവർ പറഞ്ഞ അറിവ് കാരണം പുതിയ പുതിയ ആൾക്കാർ വരിക. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുന്നു. ഉത്സവം ജനുവരി 24 മുതൽ ഫെബ്രുവരി 2 വരെയാണ് ഈ വർഷത്തെ വാർഷിക മഹോത്സവം. അപ്പോൾ അതിന് വിദേശ ടൂറിസ്റ്റുകൾ അമ്പലത്തിലെ ഉത്സവമായിട്ട് പ്രമാണിച്ച് ഇവിടുത്തെ പ്രോഗ്രാമുകളിലും ഇവിടുത്തെ ഘോഷയാത്രകളൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം ചാർട്ട് ചെയ്ത് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. എല്ലാ ഹോട്ടലുകളും അപ്പോൾ ഫുള്ളായിരിക്കും. എല്ലാ ഹോട്ടലിലും ഈ വിദേശ സഞ്ചാരികൾക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ താമസിക്കാനായിട്ട് ഇവിടെ ധാരാളം ഈ പറഞ്ഞ പോലെ ധാരാളം ഹോട്ടൽസ്, റിസോർട്ടുകൾ ധാരാളമുണ്ട്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും വരാനുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് ആഴിമല ട്രാൻസ്പോർട്ട് ബസ്, തമ്പാൻ ബസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാലോ എയർപോർട്ടിൽ വന്നാലോ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നാലോ എല്ലാ സ്ഥലത്തുള്ള റിസപ്ഷൻ കൗണ്ടറിലോ എൻക്വയറി കൗണ്ടറിലോ ടൂറിസം കൗണ്ടറിലോ ചോദിച്ചാൽ ആഴിമലയെ കുറിച്ചായിരിക്കും ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യത്തിൽ വേറൊരു ഭാഗം കൂടെ ഉണ്ട്. പിന്നെ ഭൂമിയിൽ പ്രകൃതിയിൽ വെള്ളത്തിൻ്റെ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ ആ സമയത്ത് എവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഭഗവാന്റെ ജടയിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായപ്പോൾ ഭഗവാൻ തന്നെ ഇളക്കി ജട ഇങ്ങനെ വിരിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ആ പ്രതീകം, ഐതിഹ്യം. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ പ്രതിമ തന്നെയാണത്. ഗംഗാധരേശ്വരൻ്റെ രൂപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വരൻ്റെ ശില്പമാണ്. ഈ ശില്പ വൈദഗ്ധ്യത്തിന് ശ്രീമാൻ ദേവത്തിന് ഒരുപാട് അവാർഡുകളും ഒരുപാട് പ്രൈസുകളും കിട്ടിയിട്ടുണ്ട്. വരുന്ന ആരും അദ്ദേഹത്തിനെ ഞങ്ങളും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അനുമതിച്ച് പോകാറുള്ളൂ. ആഴിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കുള്ളത്. അന്നാണ് നാരങ്ങ വിളക്കിൻ്റെ പ്രത്യേകതയുള്ളത്. നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ദിവസമാണെന്ന്. പിന്നെ പ്രദോഷ ദിവസങ്ങളിലും ഒരു മാസത്തിൽ 2 ദിവസം പ്രദോഷം വരും. പിന്നെ വെള്ളി, ശനി, ഞായർ എന്ന് പറയുന്ന ഈ 3 ദിവസവും ഇവിടെ അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് ഭക്തജനങ്ങൾ. പിന്നെ എനിക്കൊരു വീക്കെൻഡ് ഡേയ്സിൽ ടൂറിസ്റ്റുകളും ധാരാളം വന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാൾക്ക് നാൾ നമ്മുടെ നാടും ഈ പറഞ്ഞ ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ശില്പവും ശില്പിയും ഈ നാടും ഒക്കെ ഇങ്ങനെ ലോകമെമ്പാടും പരക്കട്ടെ, ഇതിൻ്റെ പ്രശസ്തിയും കേൾവിയൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സന്തോഷം. ശരി. ഗംഗാധരനെ കണ്ട് സംതൃപ്തിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും വരാൻ പോകുന്ന കൗതുക കാഴ്ചകളെ പറ്റിയൊക്കെ അറിയുന്നത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കാരണം കേരളത്തിന് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിൽ ആഴിമല നാൾക്ക് നാളിങ്ങനെ ജനഹൃദയങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കാൻ പോകുന്നതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. എന്നെയല്ല, ഇനി കാണുന്നവർ മുഴുവൻ അത്ഭുതപ്പെടാൻ പോകുന്ന കാഴ്ചകളാണ് ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്നും 20 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറയുടെ മുകളിലാണ് ശിവൻ്റെ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ 20 അടിക്കുള്ളിൽ 3 ലെയറായി തിരിച്ച് ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റിലോളം ഇടങ്ങൾ എടുത്തുകൊണ്ട് വൈവിധ്യമാർന്ന ശിവരൂപങ്ങളും അല്ലെങ്കിൽ പുരാണങ്ങളൊക്കെ അടങ്ങിയ ഒരുപാട് കൗതുകവും ഏറ്റവും കാഴ്ചയ്ക്ക് സുഖം നൽകുന്ന അല്ലെങ്കിൽ അത്ഭുതം കൂറുന്ന തരത്തിലുള്ള കാഴ്ചകൾ സമ്മാനിക്കാനുള്ള ഒരുപാട് കരവിരുതുകൾ ഇവിടെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേവദത്തൻ എന്ന ശില്പി, മഹാനുഭാവൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പറയാതെ വയ്യ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കാണേണ്ടതാണ്, ഇത് കാട്ടിത്തരേണ്ടതാണ്. പക്ഷേ സമയമായിട്ടില്ല. ചില കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം. രോമാഞ്ചമുണ്ടാക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് ആഴിമല നമുക്ക് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ആഴിമല ക്ഷേത്രത്തിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. കടൽക്കാറ്റേറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്. നല്ല ചൂടുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി ഈ കടൽക്കാറ്റേറ്റ് ഭഗവാന്റെ ദർശനം കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നാണ് പറയുന്നത്. അതിനു മുമ്പ് ഇവിടെ യോഗിവര്യന്മാരൊക്കെ തപസ്സനുഷ്ഠിച്ച ഒരിടമാണെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ പാണ്ഡവർ ഇവിടെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇതൊക്കെ ഐതിഹ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുദേവൻ്റെ ഒരു സാമീപ്യം ഇവിടെ വല്ലാത്ത ഒരു പ്രത്യേകത സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഗുരുദേവനാണ് ഇവിടെ ക്ഷേത്രം പണിയാനായിട്ട് പറയുന്നതും അതേ തുടർന്നാണ് ഇവിടെ ക്ഷേത്രമുണ്ടായി വന്നതും.
അങ്ങ് അകലെ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ബീച്ചാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ച് പോകുന്ന കൂട്ടത്തിലും ഭക്തിയാദരപൂർവ്വം വരുന്ന പ്രിയപ്പെട്ട സഞ്ചാരികൾക്ക് കൗതുകം ഉണർത്തുന്ന മറ്റു ചില കാഴ്ചകൾ കൂടി, അല്ലെങ്കിൽ മനസ്സിന് ആനന്ദം പകരുന്ന കടൽക്കാറ്റും കടൽ കാഴ്ചകളും സമ്മാനിച്ചുവാനായിട്ട് ഇവിടുത്തെ ആഴിമല ബീച്ചും തയ്യാറാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുവഴി താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാറ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആ ബീച്ച് കാണാം നമുക്ക്. പുളിങ്കുടി ശിവക്ഷേത്രം കണ്ടിട്ടുണ്ടോ? ആഴിമല ക്ഷേത്രം അതിൻ്റെ വേറൊരു പേരാണ് പുളിങ്കുടി. ഇത് പുളിങ്കുടി എന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പുളിങ്കുടി എന്നാണ്. എവിടെ നിന്ന് നിങ്ങൾ വരുന്നത്? അടൂര്. അപ്പോൾ അടൂരിൽ നിന്ന് എപ്പോഴും തിരിച്ചു? നിങ്ങൾ വെളുപ്പിന് 5 മണിക്ക് തിരിച്ചു. ഇന്ന് തിരിച്ചു പോകും, നാളെ പോകും. അപ്പോൾ ഇനി ആഴിമലയ്ക്ക് മാത്രം വന്നാണ്? ഇനി ആഴിമല ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിലും പോകും. എപ്പോൾ പോകും? എങ്ങനെ പോകാൻ പറ്റി? രാവിലെ ഇറങ്ങി. രാവിലെ വരുമ്പോൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ കയറി ആറ്റുകാല് പത്മനാഭസ്വാമി ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, ഇനി ചെങ്കൽ മഹാദേവൻ. അത് കഴിഞ്ഞ് നേരെ കോവളം. ഇത് എത്ര ദിവസത്തെ പരിപാടി? ഇത് ഒരു ദിവസം കൊണ്ട് തീരും. ഇത് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടും കണ്ടു തീർക്കാം കേരളത്തിൽ ഇത്തരം മനോഹരമായ കാഴ്ചകൾ. കേരളം മനോഹരം. എവിടെ നിന്നാണ്? റാന്നി. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 26 പേര്. എങ്ങനെ ബസ്സിൽ വന്നു? ഓക്കെ. എത്ര ദിവസം യാത്രയുണ്ട്? വൺ ഡേ ടൂർ. എത്ര രൂപ കൊടുക്കും നിങ്ങൾ? ഞങ്ങൾ 650. ഒരാൾ 650 രൂപ. അപ്പോൾ എവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്? ഞങ്ങൾ ഇപ്പൊ സൂവിൽ പോയി, ഇവിടെ വന്നു. ആദ്യം രാവിലെ വന്നിട്ട് സൂവിൽ പോയി. അപ്പൊ സൂവിൽ ഒരുപാട് സ്ഥലമല്ലേ കാണാൻ? ഒരു ദിവസം കാണാനല്ലേ? അപ്പം കുറച്ച് കണ്ടോളൂ. കുറച്ച് ഞങ്ങള് കുടുംബശ്രീന്ന് വന്ന് കുറച്ച് പക്ഷം കണ്ടു, സൂ കണ്ടു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു ആഴിമല. വേളിയുണ്ട്, ലുലു ഉണ്ട്. വേളിയുണ്ട്, ലുലു ഉണ്ട്. അങ്ങനെ ഉണ്ട്. രാത്രിയിലേ പോകത്തുള്ളൂ. അല്ല, ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മള് തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് വന്നതല്ല, എല്ലാവരും അടിപൊളി. അപ്പൊ തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം, അല്ലാതെയും വരാൻ പറ്റും. അതാണ് പറയുന്നത്, കേരളത്തിൽ ഇങ്ങനെ ധാരാളം കാഴ്ചകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട്, ഒന്നല്ല ഒരുപാട് കാഴ്ചകൾ. ഡേഞ്ചറസ് സോൺ, ഡു നോട്ട് എൻ്റർ പറയുന്നത്. ആ പ്രദേശങ്ങളൊക്കെ പാറയിൽ നിന്ന് നമുക്ക് സെൽഫി എടുക്കാനും കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. പക്ഷേ സ്ലിപ്പറിയാണ്, പെട്ടെന്ന് തെന്നി വീണാൽ നല്ല ആഴമുള്ള ഏരിയയാണ്. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ഒരുപാട് രക്ഷാപ്രവർത്തനത്തിനുള്ള ആൾക്കാർ വളരെ കുറഞ്ഞ ഒരു ഇടമാണിത്. അതുകൊണ്ട് തന്നെ ആരും ഈ പറയുന്ന റൂൾസുകൾ പാലിച്ച് വേണം ഇവിടെ വന്ന് ആനന്ദിക്കാനും ആസ്വദിക്കാനും അടിച്ചു പൊളിക്കാനും. നിയമങ്ങൾ പാലിക്കുന്നത് നമ്മുടെ ആവശ്യമാണ്. നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിയമാനുസൃതമായി സഞ്ചരിച്ചാൽ നമുക്ക് എവിടെ വേണമോ സഞ്ചരിക്കാൻ പറ്റും. നിയമത്തിനെ ലംഘിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പലപ്പോഴും കഴിയാറില്ല. ആഴിയോട് തീരത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ഞു റിസോർട്ടുകൾ, ചെറുതും വലുതുമായ ധാരാളം റിസോർട്ടുകളുണ്ടാവും. ആ റിസോർട്ടുകൾ താമസിക്കുന്നവർക്ക് ഒരു എന്താ പറയുന്നത് പ്രൈവറ്റായിട്ട് ബീച്ച്, അതായത് ഇത്തരം സങ്കേതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ ആ ബീച്ചിനോട് ചേർന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലും, അതായത് ചുരുക്കി പറഞ്ഞാൽ വിനോദസഞ്ചാരികളെ എങ്ങനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റും, എങ്ങനെയൊക്കെ ആകർഷിക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ നാടും ഈ നാട്ടുകാരും. അതുകൊണ്ട് തന്നെ ഈ നാട് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് സ്ഥാനം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. കേരളം മനോഹരം. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മായാതെ നിൽക്കും. കാരണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ദിവ്യ അനുഭൂതി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ലെന്നുള്ളതാണ്. കണ്ട കാഴ്ചകളൊന്നുമല്ല
കാണാനുള്ള കാഴ്ചകളാണ് ഇനിയേറെ എന്ന് ആഴിമല നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തൽക്കാലത്തേക്ക് യാത്ര പറയുകയാണ്. ആ യാത്ര പറച്ചിൽ ആഴിമല ക്ഷേത്രത്തിനോടോ അവിടുത്തെ ദേശവാസികളോട് മാത്രമല്ല, തൽക്കാലത്തേക്ക് നിങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇതിലും മനോഹരമായ കാഴ്ചകളുമായിട്ട്. കേരളം മനോഹരം. കേരളം മനോഹരം.